ശ്രീ അധ്യാത്മരാമായണ നിത്യപാരായണം കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃച്ചരണങ്ങളിൽ ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് കർക്കിടകം 12 13 ദിവസത്തെ പാരായണം. ആരണ്യകാണ്ഡത്തിലെ രാവണ മാരീച സംവാദമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. ഓം. രാമായണ ധ്യാന ശ്ലോകത്തോടുകൂടി ഇന്നത്തെ നിത്യപാരായണം ആരംഭിക്കുകയാണ്. ഓം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മാനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണാമി തുഞ്ചത്താചാര്യപാദം. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം പ്രകാശാഖാം വന്ദേ വാൽമീകികോകിലം. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി. ശ്രീരാമചന്ദ്രചരണോ മനസാ പ്രണാമി. ശ്രീരാമചന്ദ്രചരണോ ശിരസാ നമാമി. ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. ലോകാധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരന്തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. ശ്രീരാഘവം ദശരഥാന്വയമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. അതുലിതബലധാമ സ്വർണശൈലാഭദേഹം ധനുജവനകൃശാനാം ജ്ഞാനിനാമഗ്രഗണ്യം സകലഗുണനിധാനം വാനരാണാമദീശം രഘുപതിവരദൂതം വാദജാതം നമാമി. രഘുപതിവരദൂതം വാദജാതം നമാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അധ്യാത്മരാമായണ പാരായണം ആരംഭിക്കുകയാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ. നാരായണായ നമോ. നാരായണായ നമോ. നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഓം തത്സത്. ശ്രീ ആരണ്യകാണ്ഡത്തിലെ രാവണ മാരീച സംവാദം ആദ്യമേ പറഞ്ഞില്ലേ. രാവണ മാരീച സംവാദമാണ് ഇന്നത്തെ പാരായണം. 13 ദിവസത്തെ പാരായണം. ഇന്ന് കർക്കിടകം 12. എന്തോരാഗമനമീതേകാനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽഷമായിരിക്കുന്ന കാര്യം മായയിന്നിയെ ചെയ്യുവാൻ മടിയിൽ എനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ ആരുമില്ല എനിക്കു നിന്നെ പോലെ മുട്ടുന്നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ
ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരിതു കാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നീതവർ ബലാൽ എന്നുടെ ഭഗീനിതൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താൻ ഏകനായിട്ടെതിർത്തു രണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവനിതു തന്നെ. ഹേമവർണ്ണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. വാമഗാത്രിയെ എപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടും ഇല്ല സംശയമേതും. പങ്ക്തികന്ധരവാക്യം കേട്ടു മാരീജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിടുവാനവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കിത്തൊഴിലറിയുക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നരമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം. രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാനതിൻ പരമാർത്ഥം അറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനി ശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവു മർത്തിച്ചു ദയാനിധേ. ഇന്ദിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങിനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യ. പോയാലും പുരമ്പുക്കു സുഖിച്ചു വസിക്ക നീ. മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജയ് നിയനീശ്വരൻ നാഥൻ. മാരീജൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ താനരവിന്ദോത്ഭവൻ തന്നോടു സത്യം ചെയ്തു. മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സസ്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ. പിന്നെ യൗവണ്ണമല്ലെന്നാക്കുവാൻ ആളറിടോ. നന്നു നിന്നജ്ഞാനം ഞാൻ ഇങ്ങനെയോർത്തിയിലൊട്ടും. ഒന്നുകൊണ്ടും ഞാനടങ്ങിടുകയില്ല നൂനം. ചെന്നു മൈഥിലിയെ കൊണ്ടുപോരിക വേണം. ഉത്തിഷ്ഠ മഹാഭാഗ പൊന്മാനായി ചമഞ്ഞുജൻ എത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിയിലേറ്റി കൊണ്ടിങ്ങു പോന്നിടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾക്കൂണാക്കിയിടുന്നതുണ്ടിന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചിതു മാരീജനും. നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ. രാമസായകമേറ്റു മരിച്ചാൽ എന്നു ചിന്തിച്ചാമോദം കൊണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസ രാജാ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി. എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തികന്ധരൻ തേരിലമ്മാറു കരേറിനാൻ. ചെന്താർബാണനും തേരിലേറിനാനതു നേരം. ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനും അന്ധനായി ചമഞ്ഞിതു. മാരീജൻ മനോഹരമായൊരു പൊന്മാനായി
ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടി കാട്ടി കാട്ടിലുൾപ്പൊക്കും. പിന്നെ വേഗേന പുറപ്പെടും തുള്ളിച്ചാടിയുമനു രാഘഭാവേനെ ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും. രാഘവാശ്രമോസ്ഥലോകാന്തെ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിജേഷ്ഠിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേകാന്തേ കാന്തേ കേൾനീ. രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതീനിപ്പോൾ വിക്ഷുരൂപേണ വരും അന്തികേ ജനകജേ. നീയൊരു കാര്യം വേണമതിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ. ധന്യരാവണ വധം കഴിഞ്ഞു കൂടുവോളും ആശ്രയാശങ്കലൊരാണ്ടിരുന്നീടണം ജഗൽ. ആശ്രയഭൂതേ സീതേ ധർമ്മരാക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവി താനും കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു വിഷ്ണു മഹാവിഷ്ണുമായയുമപ്പോൾ. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. മായാമിതമായ കനകാമൃതം കണ്ടു രാമചന്ദ്രനോട് ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയമതം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയിൽ അതിനേതും എത്രയും അടുത്തു വന്നിരുന്നു വലുപ്പമുണ്ട് എത്രയുമെന്ന് തോന്നും. അരിപ്പാനദീ സുഖമുണ്ടിൽ നമുക്കിന്നും വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു. നൂനം പിടിച്ചുകൊണ്ടിരുന്നു പോന്നിടുക വൈകിടാതെ പഠിച്ചിരുന്നേരും ഭർത്താവേ ജഗൽപതേ. മൈഥിലി വാക്യം കേട്ടു രാഘവനൽ ചെയ്തു സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം. പിന്നെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ യാതൊരു കനനം തന്നിലേങ്ങും എന്നരുൾ ചെയ്തു ധനുബാണങ്ങൾ എടുത്തുടൻ ചെന്നിരു മുഖത്തെ കൈക്കൊള്ളുവാൻ നീ ജഗന്നാഥൻ. അടുത്തോ ചെല്ലുന്നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞ് അടുത്തോ കൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുവപ്പോൾ പിടിപ്പാൻ കാണിച്ചിടും പടുത്ത മൂടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ. ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായൊരു നേരം അങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം എന്നൊരച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്നാനും അത് കണ്ടു ഭൂമിയിൽ വീണ നേരം മല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതും നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിൽ വീണപ്പോൾ മാരീചനും അണവേദനയോട് കരഞ്ഞാനയ്യോ പാപം. ഹാഹാ ലക്ഷ്മണ രാമ മമ പ്രാതാവേ സഹോദര ആഹാ മേ വിധിഫലം പരമം ദയാനിധേ. ആതുരനാഥം കേട്ടു ലക്ഷ്മണനോട് ചെന്നാൾ സീതയും സൗമിത്രേ നീ ചൊല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാൻ. ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുൻപേ രക്ഷിച്ചു കൊള്ളുക എന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണൻ അത് കേട്ടു ജാനകിയോട് ചെന്നാൽ ദുഃഖിതമായി ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരൻ എത്രയുമേവൻ കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനോ ഇത് കേട്ടുപോയി അകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തികന്ധരൻ തന്നിക്കതിനുൾ ഉപായം എന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. അർത്ഥനാഥവും മമജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിയായികളുടെ മായതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ കൊല്ലുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തനുകമ്പുരത്തിങ്കലിൽ എങ്ങനെ ദൈന്യനാഥം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അടികെട്ട് പണനീർ തൂകി തൂകി മാനസ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളൊരു നേരം. രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായിരുന്നു പ്രാഗനാശത്തിനത്രേ കാക്കുന്നു. തവനേതസി ദുഃഖാത്മാവേ ഞാനിതൊത്തിയില്ലയല്ലോ. രാവണാശാകാംക്ഷിതനായ
ഭരതന്റെ കാമസിദ്ധ്യർത്ഥമവൻ തന്നുടെ നിയോഗത്താൽ നീയും രാമനാശം വന്നാൽ കൊടുമായി എന്നെയും കൊണ്ട് അങ്ങു ചെല്ലുവാൻ നൂനം എന്നുമേ നിനക്ക് എന്നെ കിട്ടുകയില്ലതാനും ഇന്ന് മൽപ്പാടത്യാഗം ചെയ്യുവേൻ ഞാൻ അറിഞ്ഞാലും ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദര ബുദ്ധിയാ ധരിച്ചീല രാഘവനേതും രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് പിന്തുകയില്ലയല്ലോ. ഇത്തരം വാക്കു കേട്ട് സോമിച്ച് ചെവിരണ്ടും സത്വരം പൊത്തിപ്പുന അവളോട് ചെയ്താൽ നിനക്കു നാശമടുത്തിരിക്കുന്നിതു പാലം എനിക്ക് നിരൂപിച്ച തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തൂരെ തെന്തേ ചണ്ടിഗദ്യം കൂലജിത്വം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവൻ വനവംശാധീശ്വര പത്നിയെ വഴിപോലെ ദേവിയെ ദേവകളെ ഭാരമെപ്പിച്ചു മന്ദം പൂജൻ തന്നെ കാണുവാൻ നടന്നു സൗമിത്രിയും അന്തരം കണ്ടു ദശകന്ധനൻ മദന ബാണാന്തനായി അവതരിച്ചിടിനാനവനിൽ ജടിയും വൽക്കലവും ധരിച്ചു സന്യാസിയായുള്ള അങ്കനെ വന്നു ദൂരശസ്യനും വിഷുവേഷത്തെ പൂണ്ടാരക്ഷോനാഥനെ കണ്ടു ദക്ഷിണമായ സീതാദേവിയും വിനീതയാൽ ദത്താസംപൂജ ഭക്തഫലമൂലാദികളും ദത്വാസാഗരവാക്യം ചെന്നാൽ അത്രൈവ ഫലമൂലാദികളും കുഴിച്ചുകൊണ്ടിത്തിരി നേരം ഇരുന്നീടുക തപോനിധി ഭർത്താവോ വൈകിപ്പോൾ സ്വയമെല്ലാം ചെയ്യും ശുശ്രാദിയും ഭവാൻ ഇത്തരം മായാദേവി മുതലാഭങ്ങൾ കേട്ടു സത്വരം സസ്മിതം ശബ്ദം ചെയ്താൽ കമല വിലോചനി കമനീയാങ്കിനി യാരമിലേ ചൊല്ലിയിടുന്നു കവിരാവാരുന്നതും നിശ്ചയജാതികളാം രാക്ഷസാദികളായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീ ഒരു നാരീമണിതാങ്ങിയ വാഴുന്ന എന്തൊരായുധവാദികളും ഇല്ലല്ലോ സഹായമായി നിന്നോട് പരമാർത്ഥം ഒക്കവേ പറഞ്ഞാൽ ഞാൻ എന്നോട് പരമാർത്ഥം പറയുന്നുണ്ട് താനും മേദിനി സ്വയത് കെട്ടൊരു ചെയ്തിടിനാൾ വരീവദീവനൻ അയോധ്യാവതി വാട്ടമില്ലാതെ ദശരഥനാൻ ഉപാധിപതി ജ്യേഷ്ഠനന്ദനായ രാമൻ അത്ഭുതവീരൻ തന്നോട് നാമവത്തിൻ ജനകാത്മജ ഞാനോ ധനിനം അനുജനും ലക്ഷ്മണൻ എന്നു നാമം ഞങ്ങൾ മൂവരും പിതരാജ്ഞാതവസനായി ഇങ്ങ് വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നെ 14 ആണ്ടുകളോളം വേണം താനും അതിന് വാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞില്ലേതും പുനരെന്തിനാ എഴുന്നള്ളിച്ചൊല്ലണം പരമാർത്ഥം എങ്കിലോ കേട്ടാലും നീ മംഗലശീലേവാല് പങ്കജവിരോചനെ പഞ്ചവാനാധിവാസേ പൗരസ്യാതനേന ഇനി സീതാന്വേഷണം വരെ വായിച്ചോ നാട്ടിലെ മനോഹരൻ കിങ്കരനായ ലോകസുന്ദരികാതെ താപസവേഷം കൊണ്ടു രാമനാൽ ഹിന്ദുബലം ഇങ്ങനെ വസിക്കേണ്ട കേവലം അടുത്തിരു മരണം നിനക്കിപ്പോൾ ചൊല്ലുന്നെങ്കിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വാക്കു ചൊല്ലാതെ അഞ്ജനശൈലാകാരം കാണായി നേരമുള്ളിൽ ഭയപ്പെട്ട് വനദേവനമാരും രാഘവപത്നിയെയും ചേർന്നിടത്ത് വെച്ചാകാശമാക്കിയ ശീഘ്രം രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ദേ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ ചുമക്കുന്നുണ്ടത് എനിക്കതെല്ലാം കഴിഞ്ഞ് കുറേ എൻ്റെ ബുക്ക് ഇത് പറയില്ലേ ശിവസഹസ്രനാമം തന്നെ തങ്കേച്ചി ശിവസഹസ്രനാമം എടുക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് 2-3 ഉണ്ട് പക്ഷേ
പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽ കീർത്തിയും മുടങ്ങി എന്നൊരു രാത്രി ചായപ്പോൾ പുനരോക്കുതൻ ചന്ദ്രഹാസം വിളക്കിത്തിരവിതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതിരഞ്ഞിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോനായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷരചിത്രത്തോടും ലക്ഷ്മിനാദിക്കു നോക്കി. മറ്റൊരു ദേവി വേറി തെറ്റെന്നു നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനില്ലുറ്റവരായിട്ടെന്നോ വിറ്റിറ്റു വീണുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റമാർ കുഴലിയാം ജാനകി ദേവി താനും ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴി. ഉത്തമനായ നിന്റെ ജീവനും പോകായികെന്ന് പുത്രിയും വരം പത്രിരാജനു നൽകി. പൃഥ്വി മണ്ഡലമകന്നാശുമേൽ പോട്ടുപോയാൾ. അയ്യോ രാഘവ ജഗന്നായകാദയാനിതേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു കാരണം നാഥ? രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിരുന്നു. രക്ഷിതാവായിട്ടാരും കയ്യോ പാവം. ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷൻ ചൊന്നേനെ രക്ഷിച്ചു കൊള്ളേണമെന്ന് രാമാത്മാ രാമ ലോകാഭിരാമ ദേവിയുടെ സത്വരം വന്നു പരിമാരിച്ചു ഇത്തരം വിലപിക്കുന്നേരത്ത് ശീഘ്രം രാമഭദ്രൻ നിന്നെത്തുമെന്ന ശങ്കയാനജ്ഞൻ ചിത്തവേഗേന നടന്നീടിനാൻ. അതുനേരം പുത്രിയും കീഴ്പോട്ട് ആശു നോക്കുന്ന നേരം വികൃതം വിഭൂഷണ സഞ്ജയം അഴിച്ചു രാമഭദ്രനു കാണാൻ യോഗൻ അകലാരി സ്മൃത്യാകിപ്പോട്ട് സിദ്ധാന്തമധ്യേ മഹാശോക കാനനദേശേ ശുദ്ധഭൂതലേ മഹാശിംശവാതരുമൂലേ ഹൃദ്യമായ നിജ രക്ഷോനാരികളെയും നിത്യവും പാലിച്ചു കൊള്ളുന്നുറപ്പിച്ചു തന്നെ ഉത്തമോത്തമയായ അതുകാലം വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രവും കുമ്പിട്ട് സപ്തമാം ചിത്തത്തോടും രാമരാമയതി ജപദാന നിഷ്ഠയാം ബഹുയാമിനി ചരകുല നാരികളുടെ മധ്യേ നീഹാര ശീതാതമവാതപീഡയും സഞ്ചാഹാരേതും കൂടാതെ ദിവാരാമായ സങ്കടമനുഷ്യ ജന്മത്തിന്റെ ആർക്കില്ലാത്തു. രാമനും മായ മൃഗവേഷത്തെ കൈക്കണ്ടു ഒരു കാമരൂപിണം മാരീചാസുരമെയ്തു കൊന്നു. വേഗേന നടകൊണ്ടാൻ ആശ്രമം നോക്കി പുനരാഗമക്കാതലായി രാഘവൻ തിരുവടി. 4-5 ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വിഷദ്രൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നത് കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരുണേയം. ലക്ഷ്മണനേതോ അറിഞ്ഞിരല്ലോ പരമാർത്ഥമിക്കാലം ഇവനെയും വഞ്ചിക്കെന്ന ദേവരു. രക്ഷോനായകൻ കൊണ്ടുപോയത് മായാസീത ലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളും ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ. രക്ഷോനായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ. അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യക്ക് വൈകാതെ. പിന്നെ അക്ഷയധർമ്മത്തോടൊന്ന രാജ്യത്തെ വഴിപോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായ അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമനുഷ്യനാകുമെന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും
മർത്യനു പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയം മേലും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നകതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ, എന്തിനിങ്ങോട്ട് പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ. രാക്ഷസരവളെയും കൊണ്ടുപോകുകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകജാതികൾക്കെന്തെന്നരുതാത്തതോർത്താൽ. അഗ്രജവാക്യമേകം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേനും ഉടനുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരമുര ചെയ്തിരു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ഹഹാ ലക്ഷ്മണ പരിത്രാഗി സൗമിത്രേ, ശീഘ്രം ഹാഹാ രാക്ഷസനെന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരം തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയൻ തവ നാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്തു. ഇത്തരം മമ ഭ്രാതാവിനുണ്ടായവരാ ചിത്തമോഹനം വേണ്ട, സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതം ഇതുനൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പല ഉര ചൊന്നേൻ. എന്നതു കേട്ടു ദേവി പിന്നെയും ഉര ചെയ്താൾ എന്നോട് പലതരം എന്നവയെല്ലാം ഇപ്പോൾ നിന്തിരു മുമ്പിൽ നിന്ന് ചൊല്ലുവാൻ പണിയെന്നാൽ. സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നെഞ്ചൊരു മലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ. എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ, ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷനെത്രയുമെന്നു നീ അറിയുന്നതില്ലേ. രാക്ഷസാം പരീക്ഷകൾ കൊണ്ടു പോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്തറിഞ്ഞില്ല. ഇങ്ങനെ നനച്ചുടരാൻ ദർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാൻ ആകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈകൊണ്ടെത്രയും വിലപിച്ച നിഷ്കളാനാത്മാ രാമൻ നിർഗുണനാത്മാനന്ദൻ. ആഹാ വല്ലഭേ സീതേ, ആഹാ മൈഥിലീനാഥേ, ആഹാ ജാനകി ദേവി, ആഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞങ്ങിരിക്കയോ ധന്യേനി വെളിച്ചത്തു വന്നിടൂ മടിയാതെ. ഇത്തരം പറയുകയും കാനനം തോറും നടന്നത്തൽ കൊണ്ട് അന്വേഷിച്ചു കാണാഞ്ഞ വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനദക്ഷിണയായി സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായി ജനകപുത്രി തന്നെ. പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പഷ്മടാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങൾ എങ്ങാനുമുണ്ടോ കണ്ടു. ഇത്തമോരോന്നെ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു സത്വരം നേടത്തിലെങ്ങുമേ കണ്ടില്ലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാൻ സർവകാരണനേകൻ അജരൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ. മായാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ മായാമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തെ തോന്നുകയുമില്ല ജ്ഞാനമില്ലായികയാൽ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമുടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയോ അടുത്തു കാണായിരു മധ്യമാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായ ഒരു രഥം കാൺകിടോ കുമാരാ നീ. തന്നങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവളോട് കോർച്ചെയ്തിന്. അന്നേരം ഒഴിഞ്ഞ തേർ കോപ്പിതാ കിടക്കുന്നു എന്നോ വന്നീടാമവർ. കൊന്നാലോ ഭക്ഷിച്ചാലോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്ന് തൃപ്തനായ ഒരു യാതൊന്നിടത്ര നീ കണ്ടില്ലയോ. കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടെന്നുടെ. അത് കേട്ട നേരം വിത്രസ്തഹൃദനായ പക്ഷിരാജനും ചൊന്നാൻ, പദ്യനെല്ലഹം തവ ഭക്തനായ ഒരു ദാസൻ മിത്രമിത്രയും തവ സാധന വിശേഷിച്ചും സ്നിഗ്ധനായി ഒരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കണ്ടുകൊണ്ട് ആകാശേ പോകുന്ന നേരം അറിഞ്ഞു ഞാൻ. പെട്ടെന്ന് ചെന്ന് തടുത്ത് അവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും. അപ്പോൾ കുറ്റവേദനയോടും ഭൂമിയിൽ വീണയനല്ലോ.
നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞ് മരിക്കായികൻ നിന്ദിരാദേവിയോട് പരവും വാങ്ങിക്കൊണ്ടേ തൃക്കൺ പാർക്കേണമെന്നേ കൃപയാ കൃപാനിധി തൃക്കഴിണ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം. ഇത്തരം ജടായുധൻ വാക്ക് കേട്ടു നാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നത് തൃക്കൈകൾ കൊണ്ടു തലോടിയിട്ട് ഞാൻ അവനുടെ ദുഃഖാശുള്ളത് നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലഹോ മമ വല്ലഭാവർത്താന്തം നീയെല്ലാം എല്ലേ എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണ ദിശി കൊണ്ടുപോയെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഠയാലേ നല്ലത് വരുവതിനായി അനുഗ്രഹിക്കണം. നിന്തിരുവടി തന്നെ കണ്ടുകൊണ്ടിരിക്കെ വേണം വണ്ണം നടിക്കാൻ അവകാശം വന്നതോ ഭവൽ കൃപാപാത്രമാകയാല പുണ്യപുരുഷ പുരുഷോത്തമാദയാനിധി നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരമാത്മാമായ മാനുഷരൂപി സന്തതമന്തർഭാഗീ വസിച്ചിടുക വേണം. നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം അന്ത്യകാലത്തിങ്കലീ വണ്ണം കാണായ മൂലം ബന്ധവും അകറ്റു മുക്തനായി ഞാനിന്നു നൂനം ബന്ധുഭാവേന ദാസനായോരടിയനെ ബന്ധൂക കുസുമ സമതൃക്കരതലം തന്നാൽ ബന്ധുവത്സലാമന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോട് ചേർന്നിടാമല്ലോ. ഇന്ദിരാപതി അത് കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണ്ണ ആത്മാനന്ദം വന്നേടും വണ്ണം അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മഞ്ഞിടം തന്നിൽ വീണ നേരത്ത് രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യപരവശാലാർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രൻ്റെ ഉത്തമാകത്തി എടുത്തുത്സംഗശീലം ഈ ചേർത്തിട്ടുത്തര കാര്യാർത്ഥമായി സോദരനോട് ചെന്ന കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിന് വൈകിടാതെ. ലക്ഷ്മണൻ അത് കേട്ട് ചിതയും തീർത്തിയിടിനാൻ ദർശനം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചു ദയപ്രിയാദിയും ചെയ്തു കാനനേതത്ര മൃഗം വധിച്ചു മാംസദണ്ഡം പുല്ലിന്മേൽ വെച്ചു ജലാദികളും നൽകിയിടിനാൻ നല്ലൊരു ഗതിയോ അവനുണ്ടാവാൻ പിതൃത്തമായ പക്ഷികളെ അവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ അത് കണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷരൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു. അന്തേരം വിമാനം ആരൂഹ്യ ഭാസ്വരം ഭാനു സന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായു ശങ്കാരികഥാ പത്മമകുട പീതാംബരാംഗിത രൂപം പൂണ്ട വിഷ്ണുപാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദിവ്യാപ്തനായി കാണായി വന്നു സന്നദ്ധ ഗാത്രത്തോടും ഉന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്ത ജാനകീജി എല്ലാവരും കൂടി ഇത് സ്തോത്രം ചൊല്ലിയിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഭഗവാൻ ആരണ്യകാണ്ഡത്തിലെ ജടായുസ്തുതി. അഗണ്യ ഗുണമാദ്യം അവ്യയം അപ്രമേയം അഖില ജഗൽ സൃഷ്ടി സ്ഥിതി സംഹാര മൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം महिद कडाक्ष विक्षेपितमरशुजं रहितावधि सुगम इंदिरा मनोहरं श्यामलं जडामगूढोज्ज्वलं चापशरं कोमलकराम्बुजं प्रणतोऽस्म्यहं रामं भुवनकमनीयरूपमीडितं सदा रविभासुरमभीष्टप्रदं शरणदं सुरपादपमूलरचितनिलयनं सुरसञ्जयसेव्यं प्रणतोऽस्म्यहं रामम् भवकानन तव दहन नामधेयं भवपङ्कज भवमुखदैवतं देवं धनुजपदी कोटि सहस्रविनाशनं मनुजाकारं हरिं प्रणतोऽस्म्यहं रामं भवभावनाहरं भगवत्स्वरूपिणं भवविरहितं मुनिसेवितं परं भवसागरतरणाङ्घ्रिपोदकं नित्यं भवनाशयनिशं प्रणतोऽस्म्यहं नामम् गिरिसुधाहृदयाम्बुजवासं गिरिनायकधरं गिरिभक्षारीसेव्यं सुरसञ्जयधनुजेन्द्रसेवितपादं सुरपमणिनिभं प्रणतोऽस्म्यहं रामं परधारार्थपरिवर्जितमनीषिणां परपुरुषगुणबुधिसन्तुष्टात्मानं परलौकिकहितनिरतात्मानं सेव्यं परमानन्दमयं प्रणतोऽस्म्यहं रामं
സ്മിതസുന്ദര വികസിത വക്രാംബോരുഹം സ്മൃതിഗോചര സ്മസിതാംബുദ കളേബരം ചിതപങ്കജ ചാരു നയനം രഘുവരം ദിനീവരം പ്രണതോസ്മ്യഹം രാമം പാത്രൗഗസ്ഥിത രവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മനദ്വയനവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാധവ ശംഭൂരുപഭേദേന ഗുണ ഹൃദയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശ മുനീജനസ്തുതമവ്യക്തമജം ജിതിജ മനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മഥ ശതകോടി സുന്ദര കളേബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നിർമ്മമാത്മാത്മാ രാമം പ്രണതോസ്മ്യഹം രാമം സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസാന്നനായി പത്രീന്ദ്രൻ തന്നോടരുൾ ചെയ്തിതു മധുരമായി അസ്തുതേ ഭദ്രം ഗച്ഛ പദമേ വിഷ്ണുപരം സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നെ പോലെ മത്പരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടോരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതനാമയ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. കുറച്ചും കൂടി വായിച്ചു, കുറച്ചും കൂടി വായിക്കാൻ രാധാമണി, കുറച്ചും കൂടി കബന്ധഗതിയാണ് പറയുന്നത്. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഇങ്ങനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ച് ഓരോ ദിശി സീതയെ കാണാകയാൽ സന്നദ്ധൈര്യേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്ത പക്ഷസി വദനവും യോജനാബാഹുക്കളും ചക്ഷുരാദികളുമില്ലാതെന്തൊരു സത്വമിത് ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ട. ഭക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മെ എന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ല എത്രയും ചിത്രം പക്ഷസി വക്രം കാലും തലയുമില്ലതാനും രക്ഷസ് പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തൽപൂജ മധ്യസ്ഥന്മാരായതു കുമാര നാം കൽപ്പിതം ദാതാവിനാൽ എന്തെന്നാൽ അത് വരും. രാഘവനേവം പറഞ്ഞിടിനോരന്തരാമാകുലമകുന്നു ലക്ഷ്മണനുര ചെയ്ത പോരും വ്യാകുലഭാവം എന്തിനീ വിചാരിപ്പോന്നോരോരോ കരം ഛേദിക്കണം നാം ഇരുവരും തൽക്ഷണം ഛേദിച്ചു ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനത് നേരം രക്ഷോ വീരന് മതി വിസ്മയം പൂണ്ട് രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൽ ഭയത്തോടെ മത്ഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിലാരും ഉണ്ടായി ഇതിൻ കീഴിൽ അത്ഭുതാകാരന്മാരാ നിങ്ങൾ ആരിരുവരും സൽപുരുഷന്മാരെന്ന് കൽപ്പിച്ചിടുന്നേ ഞാനും ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധ വാക്യങ്ങൾ കേട്ട് ഒരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരമരുൾ ചെയ്തു. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്നത്തെ പാരായണം കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരണങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം തത്സത്.